Assalamu alaikum. Good morning to all. Welcome to the Max class. Let's say dua for knowledge. Rabbi Yasir, Wala Tuasir, Wa Tamim Bil Khair, Wabiki Nasta'inu, Ya Fatahu, Rabbi Sidine Ilma. Rabbi Sidine Ilma, Rabbi Sidine Ilma. In the previous video, we finished the chapter 2, fractions and decimals, isn't it? Now we are moving to the next chapter, that is chapter 3, data handling. Did you hear the term data handling? What is data? Data means all kind of information in the unorganized or raw form. For example, 10, 5, 18, 24, 13. So, this is students in marks. Out of 25, marks are കൊടുത്തിരിക്കുന്നത്. So, നമുക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു മാർക്സ് ആണെന്ന് മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. So, what is handling? Handling means represents the value of the data meaningfully to obtain information from the data. നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുവാണ്. So, നമുക്കിതൊന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 5, 10, 13, 18 ആൻഡ് ലാസ്റ്റ് വൺ 24. ഓക്കെ, സോ ഈ തന്നേക്കുന്ന ഡേറ്റയും നമ്മൾ അത് അസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോഴത്തേന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും? ലോവസ്റ്റ് മാർക്ക്, ഹയസ്റ്റ് മാർക്ക്. ഓക്കെ, ഈ ഡേറ്റയിൽ നിന്ന് നോക്കിയേ, നമുക്ക് പെട്ടെന്ന് തന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള മാർക്ക് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ഹയസ്റ്റ് മാർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ നേരത്തെ തന്നതിൽ വെച്ചിട്ട് നമുക്ക് എന്താ ആ ഡേറ്റയെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നമ്മൾ എന്താക്കി മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാക്കി നമ്മൾ അതിനെ മാറ്റി. ദാറ്റ് ഇസ് ഡേറ്റ ഹാൻഡ്ലിംഗ്. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, arithmetic mean. Or mean. Okay, arithmetic mean. So what is arithmetic mean? Sum of all observation divided by number of observation. Okay, mean is equal to sum of all observations, so divided by number of observation. That is total of the numbers divided by how many numbers there are. That is mean or arithmetic mean. Okay, I will show you example. So find the mean of the following numbers. ഈ കൊടുത്തേക്കുന്ന നമ്പേഴ്സിൻ്റെ മീൻ കണ്ടുപിടിക്കുക. ഓക്കെ, അരിത്തമെറ്റിക് മീൻ. ഹൗ വിൽ യു ഫൈൻഡ്? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ തന്നേക്കുന്ന നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് മീൻ ഈസ് ഈക്വൽ ടു 36 പ്ലസ് 35 പ്ലസ് 50 പ്ലസ് 46 പ്ലസ് 60 പ്ലസ് 55 divided by 1, 2, 3, 4, 5, 6. Okay, so we get 282 divided by 6. The answer is 47.
സോ ദിസ് ദ മീൻ. എന്താ ചെയ്തത്? തന്നേക്കുന്ന ആ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ തന്നേക്കുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. Second one, range. So range means the difference between the highest and the lowest observation. Range എന്ന് പറയുന്നത് എന്താണ്? തന്നേക്കുന്ന നമ്പേഴ്സിൽ അതിനകത്തുള്ള ഹയസ്റ്റ് വാല്യൂയിൽ നിന്നും ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുന്നതാണ് ആ നമ്പേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് റേഞ്ച് 32, 41, 28, 54, 35, 26, 23, 33, 38, 14. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിൻ്റെ റേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ഫസ്റ്റ് find the numbers the highest value. Okay, first നമ്മൾ എന്ത് ചെയ്യണം? highest value find ചെയ്യണം, then lowest value find ചെയ്യണം. Okay, let us first arrange these numbers in ascending order or descending order. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ascending orderലോ descending orderലോ ഈ നമ്പേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. Okay, so we will arrange these numbers in ascending order. 23, 26, 28, 32, 33, 35, 38, 40, 41 and 54. ഓക്കെ, സോ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോഴത്തേനും നമുക്ക് ലോവസ്റ്റ് വാല്യൂയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ഹയസ്റ്റ് വാല്യൂയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂ minus lowest value. Okay, so highest value is 54 minus 23. So the answer is 31. So the range of these numbers. Okay, so arithmetic mean എങ്ങനെയായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തത്? Sum of all observation divided by number of observation. And the how will you find the range? Range means the difference between the highest and the lowest values of the observation. Next we will do the exercise 3.1 based on range and arithmetic mean. So take your page number 62. Second question. Organize the following marks in class assessment in the tabular form. Question numbers കൊടുത്തിട്ടുണ്ട്. First one, which number is the highest? Second one, which number is the lowest? What is the range of the data? And fourth one is find the arithmetic mean. First എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, ആ നമ്പേഴ്സ് ഒന്ന് എഴുതാം നമുക്ക് ബോർഡിൽ. 4, 6, 7, 5, 3, 5, 4, 5, 2, 6, 2, 5, 1, 9, 6, 5, 8, 4, 6, 7. സോ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഡേറ്റ. അതിൽ ഫസ്റ്റ് വൺ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? വിച്ച് നമ്പർ ഈസ് ദ ഹയസ്റ്റ്? സോ ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലേ? ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 9. സോ ഹയസ്റ്റ് നമ്പർ ഈസ് 9. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് നമ്പർ ഈസ് ദ ലോവസ്റ്റ്? ലോവസ്റ്റ് നമ്പർ ഏതാണ്? 1. സോ ലോവസ്റ്റ് നമ്പർ 1.
Okay. So third one, what is the range of the data? ഇത് തന്നേക്കുന്ന ഡേറ്റയുടെ റേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. The range means the difference between the highest minus the difference between the highest and the lowest value of the observation. Okay, so the range is equal to highest value minus lowest value. 9 minus 1. The answer is 8. So the range of the data is 8. So അതിലെ fourth one എന്താണ്? Fourth one എന്താണ്? Find the arithmetic mean. Find the arithmetic mean. Mean എന്താണ്? The sum of all observation divided by number of observation. So ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ 4 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 5 പ്ലസ്, സോ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? സോ വി ഗെറ്റ് 100. So എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. So 20. Okay, so 100 is the ഈ നമ്പേഴ്സിൻ്റെ സം ആണ്, ഡിവൈഡഡ് ബൈ 20 നമ്പേഴ്സ് ഉണ്ട്. So the answer is 5. So the mean is 5. Is it clear? So അതിലെ third one, find the mean of the first 5 whole numbers. ആദ്യത്തെ 5 whole നമ്പേഴ്സിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഹോൾ നമ്പേഴ്സ് എത്രയൊക്കെയാണ്? ആദ്യത്തെ 5 ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 1 2 3 4. ഓക്കെ, ആദ്യത്തെ 5 ഹോൾ നമ്പേഴ്സ് ആണ് 0 1 2 3 4. സോ മീൻ ഇസ് ഈക്വൽ ടു 0 plus 1 plus 2 plus 3 plus 4 divided by 5. So the answer is 10 divided by 5 is equal to 2. Okay, so the answer is 2. The mean of the first whole numbers, 5 whole number is 2. Fourth one, a cricketer scores the following runs in the 8 innings. 8 innings തന്നിട്ടുണ്ട്. 58 76 40 35 46 45 0 100. സോ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ മീൻ സ്കോർ. അപ്പം ഫൈൻഡ് ദ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മീൻ ഇസ് ഈക്വൽ ടു സ്കോർസ് ഏതൊക്കെയാണ്? 58 പ്ലസ് 76 പ്ലസ് 40 പ്ലസ് 35 പ്ലസ് 46 പ്ലസ് 45 പ്ലസ് 0 പ്ലസ് 100. 58 76 40 35 46 45 plus 0 plus 100 divided by എത്ര innings ആണ് തന്നിട്ടുണ്ട്? 8. So we will get 400 divided by 8. So the answer is 50. Okay, so the answer is 50. The mean is equal to 50. Okay. So അതിലെ sixth one, the marks out of 100 obtained by a group of students in the science tests are 85 76 90 85 39 48 56 95 81 and 75. Find the
first question, highest and lowest marks obtained by the students. Okay, so sixth one, ആ തന്നേക്കുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യണം? ആ തന്നേക്കുന്ന നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഹയസ്റ്റ് വാല്യൂയും ലോവസ്റ്റ് വാല്യൂയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ ദി സ്റ്റുഡൻസ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഹയസ്റ്റ് മാർക്സ് എത്രയാണ് അതിൽ? ഹയസ്റ്റ് മാർക്സ് എന്ന് പറയുന്നത് 95. ഓക്കെ, ലോവസ്റ്റ് മാർക്സ് എത്രയാണ്? ലോവസ്റ്റ് മാർക്സ് 39. ഓക്കെ, ആ തന്നേക്കുന്ന എത്രയാണ് മാർക്സ്? സയൻസ് ടെസ്റ്റിൻ്റെ മാർക്സ് എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ആണ് കൊടുത്തേക്കുന്നത്. ആ തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് മാർക്സും ലോവസ്റ്റ് മാർക്സും കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റേഞ്ച് ഓഫ് ദി മാർക്സ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, സോ റേഞ്ച് എന്താണ് റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? Range is equal to the difference between the highest and lowest values. So highest value is 95 minus lowest value is 39. Okay, so the answer is 56. Range is equal to 56. And third one, mean marks obtained by the group. ആ തന്നേക്കുന്ന അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, how will you find the mean? And sum of all observation divided by number of observation. Okay, so the sum of observation mean is equal to 85 plus 76 plus 90 plus 85 plus 39 plus 48 plus 56 plus 95 plus 81 plus 75 divided by 10. So we will get 730 divided by 100. So the answer is 73. So mean is equal to 73. Okay. സോ എല്ലാം നമ്മൾ ആ എക്സസൈസിലുള്ള പ്രോബ്ലംസ് എല്ലാം ഈ അരിത്തമെറ്റിക് മീനും റേഞ്ചും ഫോളോ ചെയ്ത് പോകുന്നതാണ്. സോ ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.